പ്രകൃതി രമണീയതയുടെ പര്യായമായ പൊന്മുടി വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് ഹരമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ മദ്യപാനികളും സാമൂഹ്യവിരുദ്ധരും പൊന്മുടിയെ താവളമാക്കിയതോടെ കുടുംബസമേതം പൊന്മുടിയിലേക്ക് വരാൻ പലരും മടിച്ചു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. പൊന്മുടിയെ മദ്യനിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. പൊന്മുടി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവേശന കവാടമായ ഗോൾഡൻ വാലിയിൽ പരിശോധനകളും നിയന്ത്രണങ്ങളും ശക്തമാക്കി. വാഹനങ്ങൾ പരിശോധിച്ച് മദ്യമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് സന്ദർശകരെ പൊന്മുടിയിലേക്ക് കടത്തിവിടുന്നത്. മദ്യം പിടികൂടിയാൽ അത് പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ മദ്യപാനമില്ലാതെ പൊന്മുടിയില്ലെന്ന് വിശ്വസിക്കുന്ന ചില വിരുദ്ധന്മാർ മദ്യം കടത്താൻ 18ാമത്തെ അടവും സ്വീകരിച്ചു. കാറിന്റെ ബോണറ്റിലൊളിപ്പിച്ച മദ്യം കടത്തൽ. നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ സന്ദർശകർ കുടുംബസമേതം പൊന്മുടിയിലേക്ക് എത്തുന്നുണ്ട്. സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനയുള്ളതായി അധികൃതരും പറയുന്നു. പരിശോധനകൾ ശക്തമാക്കിയതോടെ പൊന്മുടിയുടെ മുഖവും മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് മദ്യപന്മാരുടെ ശല്യം കാരണം പൊന്മുടിയോട് വിട പറഞ്ഞിരുന്നവർ ഇന്ന് പൊന്മുടിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം അൽ അമീൻ, മീഡിയ 1, തിരുവനന്തപുരം.